നമസ്കാരം. വളരെ നടുക്കുന്ന വാർത്തകളുമായിട്ടാണ് ഈ പ്രഭാതം പൊട്ടിവിടുന്നത്. നിങ്ങൾക്കറിയുന്ന പോലെ ഒരുപാട് ദുരന്തങ്ങളുടെ വാർത്ത വയനാട്ടിൽ നിന്ന് വരികയാണ്. എനിക്ക് തോന്നുന്നത് അങ്ങേക്ക് അറിയും പോലെ ഈ സൈന്യത്തിൻ്റെ ഒരു ഇടപെടൽ മാത്രമാണ് ഇപ്പോൾ എന്തെങ്കിലും കരണീയമായി പറയാൻ കഴിയുന്ന കാര്യം. NDRFന് പോലും ഈ പറയുന്ന ഒറ്റപ്പെട്ട സ്ഥലത്ത് എത്തിച്ചേർന്നാൻ കഴിഞ്ഞിട്ടില്ല. പാലം ഒഴുകിപ്പോയതുകൊണ്ട് ഈ ഈ ചൂരമലയും അതേപോലെ അട്ടമലയും അതുപോലെ തന്നെ ഈ മുണ്ടക്കൈയും ഒറ്റപ്പെട്ടു പോയി. താങ്കൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? താങ്കൾ ഇതിൽ നടത്തുന്ന അടിയന്തരമായ ഇടപെടൽ എന്താണ്? 6:30 മണിക്കാണ് ഈ വിവരം അറിയുന്നത്. തന്നെ കളക്ടറെ വിളിച്ചു. കളക്ടർ അങ്ങനെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കളക്ടർക്കും കൃത്യമായ ഒരു ഗ്രൗണ്ട് റിപ്പോർട്ട് കിട്ടിയിട്ടില്ലായിരുന്നു അന്നേരം. കിട്ടിയ റിപ്പോർട്ട്സ് എല്ലാം അറിയിച്ചു. അതനുസരിച്ച് ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി, അതിന്റെ ആഘാതം എത്രയാണെന്ന് പൂർണ്ണമായിട്ടല്ലെങ്കിൽ പോലും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. വളരെ വലിയ ദുരന്തം എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അവിടെ ആ പ്രദേശവാസികൾ ഇതിനകത്ത് പെട്ടുപോകാത്ത ആൾക്കാർ തന്നെയാണ് ഇതിന്റെ ഒരു രക്ഷാപ്രവർത്തനം ആദ്യം തുടങ്ങി വെച്ചത്. കുറച്ച് ആൾക്കാരെയൊക്കെ ഈ ചെളി വന്ന് പതിച്ചതിന്റെ ഏതാണ്ട് പെരിഫറിയിൽ ഉണ്ടായിരുന്നവരെ എല്ലാം രക്ഷപ്പെടുത്താനായിട്ട് ആയിട്ടുണ്ട്. പക്ഷേ ആ രക്ഷപ്പെട്ട് വന്നവർ തന്നെ കൂടുതൽ പേർ ഉള്ളിലുണ്ട് എന്ന് വിളിച്ച് പറയുന്നുമുണ്ട്. ഇതൊക്കെ നമുക്ക് വിവിധ ചാനലുകളുടെ റിപ്പോർട്ടിങ്ങിലൊക്കെ കാണാനും കേൾക്കാനും പറ്റുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിൽ ഇപ്പൊ സിലൂരിൽ നിന്ന് 2 ഹെലികോപ്റ്ററുകൾ പുറപ്പെട്ടിട്ടുണ്ടാവണം. ഇന്നേരം ഇവിടെ ചിലപ്പോൾ എത്താറായിട്ടുണ്ടാവണം. അത് എത്താൻ വേണ്ടിയാണ് കാത്തു നിൽക്കുന്നതെന്ന് ചീഫ് സെക്രട്ടറിയെ വിളിച്ചപ്പോൾ അദ്ദേഹവും അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ അറിയുന്ന കാര്യം ഈ ഹെലികോപ്റ്ററിന് ലാൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അവിടെ നിൽക്കുന്നത്. കാര്യം ഒന്ന് കനത്ത മഴ, 2 വീശിയടിക്കുന്ന കാറ്റ്. അപ്പോൾ ലാൻഡ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട്. മാത്രമല്ല അതുകൊണ്ട് തന്നെ ഈ ഹെലികോപ്റ്റർ പറന്നുയർന്നിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെ. അപ്പോൾ ഈ കിട്ടിയ വിവരങ്ങളെല്ലാം വെച്ച് പ്രൈം മിനിസ്റ്ററുടെ വീട്ടിൽ വിളിച്ച് അറിയിച്ചു. അദ്ദേഹം ഇപ്പോൾ ഒരു 20 മിനിറ്റ് മുമ്പ് എന്നെ ഇങ്ങോട്ട് വിളിച്ചു. കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയുന്നതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താവശ്യമുണ്ടെങ്കിലും അറിയിച്ചാൽ അദ്ദേഹം ഇന്നേരം ഇതിനോടകം തന്നെ മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് കാണും. ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. സംസാരിച്ച് കാണുന്നത് തന്നെയാണ് വിശ്വാസം. ചീഫ് സെക്രട്ടറി സുരേഷ് ഗോപി, താങ്കൾക്ക് പിന്നാലെ ടി സിദ്ദിഖ് MLA കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ സുരേഷ് ഗോപി പറഞ്ഞതുപോലെ ഒരു ഇടപെടൽ നടത്താനുള്ള യത്നങ്ങളൊക്കെ അദ്ദേഹം ഒരു മന്ത്രി എന്ന നിലയിൽ ചെയ്യുന്നുണ്ട്. ടി സിദ്ദിഖ്, താങ്കളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? എന്താണ് അവിടുത്തെ സാഹചര്യം? വളരെ നമ്മളൊരു അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോകുന്നൊരു സാഹചര്യം വയനാട്ടിലെയും മുണ്ടക്കയിലും ചൂരൽമലയിലും അട്ടമലയിലും ഒക്കെ നിലനിൽക്കുന്നു മനസ്സിലാക്കുന്നു.